ഇന്നിപ്പോൾ ഇവിടെ വായിക്കാൻ പോകുന്നത് അഗസ്ത്യ സ്തുതിയാണ് വായിക്കാൻ പോകുന്നത്. അഗസ്ത്യ സ്തുതി. ഇനി വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനനോടും ഭവാൻ തീരവാരിതേ തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡലപരാപഹരണം ചെയ്തീരും അവനെ തന്നെ സാരസാസന സകലേശ്വരാദയാനിതേ ഞാനന്നു തുടങ്ങി വന്നിവിടെ വാണീതിനേനാനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ ജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോകസൃഷ്ടിക്കു മുന്നമേകനായന്തനായി ലോകകാരണൻ വിരഹിതൻ തന്നെ മായ തനിക്കാശ്രയഭൂതയായി തന്നെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ എന്നെ ആവരണം ചെയ്തിട്ടു സദ്ഗുണങ്ങളെ അനുസരിപ്പിച്ചിരുന്നതും നിർവ്യാജം വേദാന്തി ചൊല്ലുന്ന നിന്നെ മുന്നാം ദിവ്യമാമ വ്യാകൃതമെന്നു ഉപനിഷദ്വശാൽ മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസൃതിയെന്നും ചെല്ലും വിദ്വന്മാരായ വിദ്യയെന്നും പറയുന്നുവല്ലോ. ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം നിന്നാൽ സക്ഷോഭ്യമാണായാകിയമായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്വമെന്നല്ലോ ചൊല്ലു. നിന്നുടെ നിയോഗത്താൽ മഹത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ മഹത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം നന്നായി ചൊല്ലിയിടുന്നു. സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മുന്നമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മതൻ മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂത പിന്നെ രാജസത്തങ്കൽ നിന്നുണ്ടായി ഇന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വ്യത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു. സൂത്രരൂപകം ലിംഗമിവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാൾ പൂമാനമുണ്ടായതെന്നു കേൾപ്പൂ. അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലേ പിന്നീടും ചരാചര ലോകങ്ങളാകുന്നതും ദേവമാനുഷത്തിര്യായോനി ജാതികൾ ബഹുസ്ഥാവര ജംഗമൗഘ പൂർണ്ണമായുണ്ടായി വന്നു. തന്മയാ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുദാനും രുദ്രനുമുണ്ടായി വന്നു. ലോകസൃഷ്ടിക്കു രാജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ദാതാനാവിൽ നിന്നുണ്ടായി. സത്വമാ ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണുരുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതികളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകവിയനല്ലോ നാഥ. യാതൊരു കാലവും സൃഷ്ടി ചെയ്യാൻ ഇച്ഛിച്ചു ഭവാൻ മോദമോടപ്പോ അംഗീകരിച്ചുമായ തന്നെ തന്മൂലം ഗുണവാനെ പോലെയായിരു ഭവാൻ. തന്മഹാമായ രണ്ടുവിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയുമെന്നുള്ള വേദാഖ്യയാ വിദ്യയെന്നല്ലോ ചൊല്ലൂ നിവൃത്തി നിരതന്മാർ. അവിദ്യാവശന്മാരായി വർത്തിച്ചിടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. വാർത്തവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യസംസാരികൾ എന്നാവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസൈകതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്ന് ചൊല്ലുന്നു തത്വജ്ഞന്മാർ.
തന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലയായ വിദ്യ തന്നെ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യയുണ്ടാകുമെന്നതും ചെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. ആകയാൽ തൽഭക്തി സമ്പന്നന്മാരായുള്ളവരേകാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ. ത്വൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല. ശ്രീരാമ രഘുപതേ കേവലജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാ രാമ കാരുണ്യാമൃത സിന്ധോ. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു, ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവാൻ ധരാപതേ. സാധുസങ്കരി തന്നെ മോക്ഷകാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിരുന്നു. സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ. ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്ക്. നിസ്പൃഹന്മാരായ വിഗതൈഷണന്മാരായി സദാ ത്വൽഭക്തന്മാരായി നിർവൃത്താഖില കാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗമന്മാരുമായി സന്യസ്ത കർമാക്കളായി ദുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരൈക പാരായണന്മാരായി നിത്യം യോഗാർത്ഥം രമണീയ മാതിസമ്പന്നന്മാരായ അന്തികേ ഏകാന്തേ ശമധന്മസാധനയുക്തന്മാരായി സാധുക്കൾ അവരോടു സംഗതിയുണ്ടാകുമ്പോൾ ചേതസീ ഭവൽക്കഥാശ്രവണേ രതിയുണ്ടാവാം. തൽക്കഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. വിജ്ഞാനമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം. ആകയാൽ ത്വൽഭക്തിയും നിങ്കലേ പ്രേമവായ്പും രാഘവ സദാ പതിക്കേനമേ ദയാനിധേ. ത്വൽപാദാബ്ജങ്ങളിലും ത്വൽഭക്തന്മാരിലും എന്നുൾപ്പൂവിൽ ഭക്തി എപ്പോഴും ഉണ്ടാകേണം. ഇന്നല്ലോ സഫലമായി വന്നിതു മമ ജന്മം. ഇന്നു മൽകൃതങ്ങളും വന്നിതു സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു. ഇന്നല്ലോ സാഫല്യ വന്നതു മന്നേത്രവും സീതയാ സാർദ്ധം കൃതി വസിക്ക സദാ ഭവാൻ സീതാവല്ലഭാ ജയനായക ദാശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും സദാകാലം മനസ്സേ ഭവദ്രൂപം തോന്നേണം ദയാംബുദേ. കുംഭസംഭവനീതി സ്തുതിച്ചു ഭക്തിയോടെ ജംബാരിതന്നാൽ മുന്നം നിക്ഷിപ്തതാപം ബാണതു തുണീരത്തോടും ഒടുത്തു ഖഡ്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയുമരുൾ ചെയ്തു. ഭൂഭാരഭൂതമായ രാക്ഷസവംശവും നിന്നാൽ ഭൂപതേ വിനിഷ്ടമായിരണം വൈകീരാതെ. സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനായി മർത്യനായി പിറന്നതും 2 യോജന വഴി ചൊല്ലുമ്പോൾ ഇവിടെ നീ ഇന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമിതീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്കപോയ ശേഷമുള്ളൊരു കാലം തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്കെന്നുട് ഉടൻ അനുജ്ഞ നൽകി മുനി. സുത്തൈതൽ സ്തോത്ര സാരമഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി ബാണാചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചു. ഗസ്ത്യാവതാംബുജം യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടും എഴുന്നള്ളിയിരുന്നേരം. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്നത്തേത് എന്നാ വെച്ചാൽ പിന്നെ അഗസ്ത്യസ്തുതിയാണ്. ഇത് ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം. എല്ലാവരും ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ.